ഗുഡ് മോർണിംഗ് ഓൾ. +1 മാത്തമാറ്റിക്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിലെ അതിപ്രധാനമായ ഒരു ചാപ്റ്ററാണ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിൽ ബോർഡ് എക്സാമിന് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളും പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. 2 പാർട്ടായിട്ടാണ് ഈ ഒരു ഭാഗം ഞാൻ റിവൈസ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ലിമിറ്റ് എന്താണ് എന്നുള്ളതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് എല്ലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഓഫ് എക്സിലെ എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് ടെൻഡ് ചെയ്യുക എന്നതാണ്. എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് ടെൻഡ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് 6 എണ്ണമാണ്. നമുക്ക് പഠിക്കാനുള്ളത് 6 മെത്തേഡാണ്. ഒന്നാമത്തത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അത് ഡയറക്റ്റായിട്ട് എക്സിന് നമ്മൾ വാല്യൂ റീപ്ലേസ് ചെയ്യുമ്പോൾ ഫൈനൈറ്റ് ആയിട്ട് ആൻസർ കിട്ടുമ്പോഴാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുക. അത് പരാജയപ്പെടുമ്പോഴാണ് ബാക്കിയുള്ള മെത്തേഡുകളെല്ലാം നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തെ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അവിടെ എന്താ നമ്മൾ ചെയ്യുക? റാഷണൽ ഫംഗ്ഷനാണ് അത്തരം രൂപത്തിൽ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫാക്ടറൈസ് ചെയ്ത് കോമൺ ടേം ക്യാൻസൽ ചെയ്യും, എന്നിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കും. ഇത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 എന്നൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യും. ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സ് നമുക്കറിയാം. ചില ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സ് ബൈഹാർട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ച് ലിമിറ്റ് കാണും. ഇത് സപ്ലിമെൻ്ററി സെക്ഷനിൽ പഠിക്കുന്ന 2 ലിമിറ്റുകളാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സും 1 ആണ്. അത് വെച്ച് നമ്മളതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കും. പിന്നെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും, അത് നമ്മൾ പീസ് വൈസ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ചില എക്സാമ്പിളുകൾ നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ ചോദ്യം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഇതൊരു പോളിനോമിയലാണല്ലേ. അപ്പോൾ ഡയറക്റ്റായിട്ട് എക്സിന് വാല്യൂ കൊടുത്താൽ ഫൈനൈറ്റ് ആയിട്ട് ആൻസർ കിട്ടും. അതുകൊണ്ട് നമ്മളിവിടെ എക്സിന് ഡയറക്റ്റായിട്ട് 1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കൂ. ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. ഇവിടെ എക്സിന് ഡയറക്റ്റായിട്ട് 2 എന്ന് കൊടുത്താൽ ഡിനോമിനേറ്റർ 0 വരുന്ന കേസൊന്നും വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെയും റാഷണൽ ഫംഗ്ഷൻ ആയാലും ഇതിന് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ലിമിറ്റ് കണ്ടുപിടിക്കാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എക്സിന് ഡയറക്റ്റായിട്ട് 2 എന്ന് കൊടുക്കുക, അന്നേരം എന്ത് കിട്ടുന്നു എന്ന് നോക്കുക. അതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ എപ്പോഴാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വർക്ക് ചെയ്യുക? ഡയറക്റ്റായിട്ട് എക്സിന് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഫൈനൈറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്ന സമയം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ശരി, എങ്കിൽ അടുത്ത ഒരു ചോദ്യം നോക്കൂ. ഇവിടെ ഡയറക്റ്റായിട്ട് ഞാൻ എക്സിന് 2 എന്ന് കൊടുത്താൽ ന്യൂമറേറ്ററും 0 വരും, ഡിനോമിനേറ്ററും 0 വരും. അപ്പോൾ ഡയറക്റ്റായിട്ട് ലിമിറ്റ് കൊടുക്കരുത്. ഓക്കെ, എക്സിന് വാല്യൂ കൊടുക്കരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിൽ എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 പ്ലസ് 6 10 മൈനസ് 10 0 എന്ന് വന്നു അല്ലേ. അപ്പം ന്യൂമറേറ്റർ 0 എന്ന് വന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ ഒരു ഫാക്ടറാണ് എസ് മൈനസ് 2. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ആരായിരിക്കും? ഒരു ഫാക്ടർ എക്സ് മൈനസ് 2 ആണെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ ആഡ് ചെയ്യുമ്പോൾ -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്ന 2 നമ്പറുകൾ -2 -3 അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ആരാണ്? എക്സ് മൈനസ് 3. അപ്പോൾ ന്യൂമറേറ്ററിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കി കണ്ടുപിടിക്കാം. ഇനി ഇവിടെ 2ഉം 3 ഒക്കെ ഉണ്ടാകുന്ന കേസ് ഉണ്ടാവും, എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 അല്ലാത്ത കേസ്. അത്തരം കേസിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഒരു ഫാക്ടർ എക്സ് മൈനസ് 2 ആണ്. എന്താ കാരണം? എക്സിന് 2 എന്ന് കൊടുത്തപ്പോൾ ന്യൂമറേറ്റർ 0 ആയി. രണ്ടാമത്തെ ഫാക്ടർ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ ഫാക്ടർ എഴുതിയതിന് ശേഷം ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു എക്സ് ഉള്ള ടേം എഴുതും. ആ ടേമിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം കിട്ടും, എസ് സ്ക്വയർ. തീർച്ചയായിട്ടും അത് എക്സ് ആണല്ലോ. അങ്ങനെ എക്സ് എഴുതി. പിന്നെ ഇവിടെ ഒരു നമ്പർ എഴുതും. ആ നമ്പറിനെ ഈ നമ്പർ കൊണ്ട് എഴുതുമ്പോൾ അവസാനത്തെ ടേം കിട്ടും. ഇവിടെ -2 ആയതുകൊണ്ട് ഇവിടെ എന്താ വേണ്ടത്? -3 × -2 അല്ലേ, പ്ലസ് 6. അങ്ങനെ -3 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ആവശ്യമില്ല, ചില പ്രോബ്ലങ്ങളിൽ ആവശ്യം ഉണ്ടാവും. ഇനി കോമൺ ടേം ക്യാൻസൽ ചെയ്തു, എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്തു, ബാക്കി എസ് മൈനസ് 3 ഉള്ളൂ. ഇനി ഡയറക്റ്റായിട്ട് ലിമിറ്റ് കൊടുക്കാം, അന്നേരം -1 ആൻസർ കിട്ടും. 1 - 3 = -1. ക്ലിയർ ആണല്ലോ. ശരി, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് റൈസ് ടു 10 - 1024 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ആണ്.
1024 നമുക്ക് 2⁻10 എന്ന് എഴുതാലോ. ആ ഒരു മാറ്റമാണ് ഞാൻ വരുത്തിയത്. ഈ ഒരു മാറ്റം വരുത്തിയപ്പോൾ ഇതെന്തായി? ഈ ഒരു ഫോമിലായി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എസ് ഇക്വൽ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എന്നുള്ള ഫോമിലായി. അപ്പോൾ 10 ഇൻറ്റു 2⁻10 മൈനസ് 1 എന്ന് കിട്ടും. 10 ഇൻറ്റു 2⁻9 ദാറ്റ് ഈസ് 10 ഇൻറ്റു 512 ഈക്വൽ ടു 5120. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് വന്നതെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. റിവിഷൻ ആകുമ്പോൾ ഞാൻ ഓരോന്നും വിശദീകരിക്കൂല. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് 0 ഓർക്കാൻ വേണ്ടി സൈൻ 0 0 ടാൻ 0 0 എന്ന് ഓർത്താൽ മതി. കോസ് 0 1 ടാൻ 6 0 1 എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് കിട്ടും. പിന്നെ സൈൻ എക്സ് ബൈ എക്സ് ആണെങ്കിലും ടാൻ എക്സ് ബൈ എക്സ് ആണെങ്കിലും 0 ലിമിറ്റ് ആരാണ്? 1. അതിന്റെ റെസിപ്രോക്കൽ എടുത്താലും അവിടുത്തെ ലിമിറ്റ് ആരാണ്? 1. ഇത് തന്നെയാണ് ഇത്. എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നതും എക്സ് കൊസീക് എക്സ് എന്ന് പറയുന്നതും ഈക്വലാ. കാരണം കൊസീക് എക്സ് 1 ബൈ സൈൻ എക്സ് അല്ലേ? ശരി, എക്സ് ബൈ ടാൻ എക്സ് എന്ന് പറയുന്നതും എക്സ് കോട്ട് എക്സും ഈക്വൽ ആണ്. അതുകൊണ്ട് രണ്ടും ഒരേ ലിമിറ്റ് വന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എ ആണ്. അത് ടാൻ. സൈനിനും ടാനും എപ്പോഴും ഒരേ നിയമമാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് വന്നാൽ ആൻസർ എ എന്ന് വരും. അപ്പോൾ ഇവിടെ സൈൻ 3x എന്നാണെങ്കിലോ സൈൻ 3x ബൈ എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എന്നാണെങ്കിൽ 3. ഓക്കെ, സൈൻ എക്സ് ബൈ 2 ബൈ എക്സ് എന്നാണെങ്കിലോ 1/2. ഇവിടെ ഏത് നമ്പറാണോ വരുന്നത് അത് തന്നെ വരും. ഓക്കെ, അതിന്റെ റെസിപ്രോക്കൽ എടുത്തതാ ഇത്. ഓക്കെ, മാത്രമല്ല ഇവിടെ എ കോൺസ്റ്റന്റ് ആണ്. എ അങ്ങ് പുറത്തെടുത്താൽ ഇതന്നല്ലേ വരിക. അപ്പോൾ ആൻസർ എ. ഇവിടെ ഈ ബി പുറത്തെടുത്താൽ എ ബൈ ബി, അങ്ങനെ ആൻസർ എ ബൈ ബി. ഇവിടെ എ ബൈ ബി പുറത്തെടുക്കാം. ഇവിടെ സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്, ടാൻ എ എക്സ് ബൈ ടാൻ ബി എക്സ്, സൈൻ എ എക്സ് ബൈ ടാൻ ബി എക്സ്, അത് എങ്ങനെ വന്നാലും 0 ലിമിറ്റ് ആര് തന്നെ? എ ബൈ ബി. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എ ബൈ ബി എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ എക്സ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ആ രൂപത്തിൽ എ ബൈ ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രോബ്ലം 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് 0 1 മൈനസ് കോസ് 2x ബൈ എക്സ് സ്ക്വയർ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആരാ 1 മൈനസ് കോസ് 2x? 2 സൈൻ സ്ക്വയർ എക്സ് അല്ലേ? ആ ഒരു റീപ്ലേസ്മെന്റ് കൊടുത്തു. 2 അങ്ങ് പുറത്തെടുത്തു. സൈൻ സ്ക്വയർ എക്സ് ബൈ എസ് സ്ക്വയർ അകത്ത് എഴുതി. സൈൻ സ്ക്വയർ എക്സ് ബൈ എസ് സ്ക്വയർ എന്ന് വെച്ചാൽ സൈൻ എക്സ് ബൈ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? അങ്ങനെ ഞാൻ എഴുതി. കൂടെ ഈ ലിമിറ്റിനെ സ്ക്വയറിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. സ്ക്വയറിനകത്തേക്ക് ലിമിറ്റിനെ പ്രവേശിപ്പിച്ചു. അങ്ങനെ ലിമിറ്റിന് എവിടെയും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, നോക്കൂ. ഇനി ബ്രാക്കറ്റിനകത്ത് ആരാ ഉള്ളത്? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ്. അതാരാ? 1 അല്ലേ? അപ്പൊ 2 ഇൻറ്റു 1 സ്ക്വയർ. ആരാ 2 ഇൻറ്റു 1 സ്ക്വയർ? 2. ഓക്കെ, അപ്പോൾ ഇതിന്റെ റിസൾട്ട് 2 എന്നാ കിട്ടിയല്ലേ? ഇനി ഇതുപോലെ ഏത് ചോദിക്കുകയാണെങ്കിലും ആൻസർ നമുക്ക് പെട്ടെന്ന് പറയാം. എങ്ങനെ പറയും? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 മൈനസ് കോസ് എം എക്സ് ബൈ എസ് സ്ക്വയർ ആണെങ്കിൽ ആൻസർ എം സ്ക്വയർ ബൈ 2 എന്നാണ്. അപ്പോൾ അവിടെ 2 ആകുമ്പോൾ 2 സ്ക്വയർ ബൈ 2. അങ്ങനെയാണ് 4/2 ഈക്വൽ 2 എന്ന് കിട്ടുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് പറയാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. ആൻസർ തെറ്റാതിരിക്കാനുള്ള മാർഗ്ഗം. എക്സാമിന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ 1 മൈനസ് കോസ് 4x ബൈ എക്സ് സ്ക്വയർ ആണെങ്കിൽ 4 സ്ക്വയർ ബൈ 2 ഈക്വൽ 8. 1 മൈനസ് കോസ് 5x ബൈ എസ് സ്ക്വയർ ആണെങ്കിൽ 5 സ്ക്വയർ ബൈ 2 ഈക്വൽ 25/2. അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 മൈനസ് കോസ് 2x ബൈ 1 മൈനസ് കോസ് 4x. ആരാ 1 മൈനസ് കോസ് 2x? 2 സൈൻ സ്ക്വയർ എക്സ്. 1 മൈനസ് കോസ് 4x 2 സൈൻ സ്ക്വയർ 2x. 2 ക്യാൻസൽ ചെയ്തു. രണ്ട് സ്ഥലത്തും സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഹോൾ സ്ക്വയർ എന്ന് എഴുതി ലിമിറ്റിനകത്തേക്ക് വെക്കാം. ഓക്കെ, ഇനി ഇതെന്താ ഫോം നോക്കൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് അല്ലേ? അപ്പോൾ എ ബൈ ബി 1/2. അപ്പോൾ 1/2 ഹോൾ സ്ക്വയർ. ആൻസർ 1/4 കിട്ടി. ഓക്കെ, ഇതും ഓർത്ത് വെക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 മൈനസ് കോസ് എം എക്സ് ബൈ 1 മൈനസ് കോസ് എൻ എക്സ് ഈക്വൽ ടു എന്താ? എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ. അതാണ് ഇവിടെ 2 സ്ക്വയർ ബൈ 4 സ്ക്വയർ 4/16 ഈക്വൽ 1/4 കിട്ടിയത്. ഇവിടെ 1ഉം ഇവിടെ 5 ആണെങ്കിൽ 1/25. ഇവിടെ 6ഉം ഇവിടെ 7ഉം ആണെങ്കിൽ 36/49. അങ്ങനെ ഇതിൻ്റെ ഒക്കെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ 6ാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കൂ. 7ാമത്തെ കാര്യം സപ്ലിമെന്ററി സെക്ഷനിൽ നമ്മൾ പഠിച്ച 2 റിസൾട്ടുകൾ വെച്ചുള്ളതാണ്. ഏതൊക്കെയാ റിസൾട്ടുകൾ? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 e raised to x minus 1 by x equal to 1. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 log 1 plus x by x equal to 1. നന്നായിട്ട് പഠിക്കണേ. സപ്ലിമെന്ററി സെക്ഷൻ ഒരു ചോദ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. 1 മാർക്കിനായിരിക്കും മിക്കവാറും ചോദിക്കുക. എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 e raised to 5x minus 1 by 4x. e raised to x ആണെങ്കിൽ സിമ്പിൾ ആയിരുന്നു അല്ലേ? e raised to x ആണെങ്കിൽ 4 അങ്ങ് പുറത്തെടുത്തിട്ട് 1/4 into 1 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അവിടെ 5x എന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം എന്തായാലും ഈ 4നെ പുറത്തെടുക്കാം. 4നെ ഞാൻ പുറത്തെടുത്തു. ഈ 5x വരുമ്പോൾ താഴെ ആര് വരണം? 5x എന്ന് വരണം.
ഇവിടെ ഒരു 5 നമ്മൾ കൊടുക്കണം. ഇവിടെ 5x, ഇവിടെ എക്സ് ആണെങ്കിൽ താഴെ എക്സ് മതി. അപ്പോൾ ഇവിടെ 5x ആകുമ്പോൾ താഴെ 5x വേണം. അപ്പോൾ ഇവിടെ ഒരു 5 ഞാൻ കൊടുത്താൽ ആ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 5നെ നമുക്ക് ഇങ്ങോട്ട് എഴുതാമല്ലോ, 5/4 എന്ന് എഴുതാം. ലിമിറ്റ് x 0 e⁵5x - 1/5x എന്ന് എഴുതാം. എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 5x 0യിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ 5 ഇവിടെ ഒരു 5 എഴുതിയല്ലോ, ആ 5നെയാണ് പുറത്തേക്ക് എഴുതിയത്. പിന്നെ എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 5x 0യിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ 5xനെ x എന്ന് വായിച്ചാൽ ഇതിൻ്റെ ലിമിറ്റ് 1 വരും. 5/4 × 1 ഈക്വൽ എന്ത് കിട്ടും? 5/4. ഇത് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. എന്താ കാരണം? ഈ ഒരു റിസൾട്ട് ഓർത്താൽ മതി. ലിമിറ്റ് x 0 e⁻x - 1/x. പലപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആൻസർ എ. നോക്കൂ, ഇവിടെ 5 അല്ലേ, അപ്പോൾ ആൻസർ 5 കിട്ടേണ്ടത്. പക്ഷേ by4 ഉള്ളത് കൊണ്ട് 5/4 വന്നു. ഓക്കെ, ഇവിടെ 5 ആണ് വേണ്ടത്, by4 ഉള്ളത് കൊണ്ട് 5/4 വന്നു. ഇവിടെ 6 ആണെങ്കിൽ 6/4 വരും. ഇവിടെ 4 ഇല്ലാന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ 7 ഉണ്ടെങ്കിൽ ആൻസർ എന്താ വരിക? 7 ആൻസർ കിട്ടുക. ഓക്കെ, ഇതേപോലെ ലോഗിലൊരു ചോദ്യം. ഇവിടെ 1+x ആണെങ്കിൽ ആൻസർ 1. അപ്പോൾ 1+3x ആകുമ്പോൾ താഴെ എന്ത് വേണം? 3 വേണം. ആ 3യെ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടും. നേരത്തെ പറഞ്ഞ വിശദീകരണം തന്നെ. ഓക്കെ, x → 0ക്ക് പകരം 3s → 0 എന്ന് പറയാം. അപ്പോൾ x എന്ന് വായിക്കാം 3xനെ. അപ്പോൾ ഇവിടെ 3 × 1 എന്ന് കിട്ടും. ആൻസർ 3. ഓർക്കാൻ വേണ്ടി ഈ ഒരു റിസൾട്ട് ഓർത്താൽ മതി. 1+x/x-ന്റെ 0ലെ ലിമിറ്റ് 1 ആണ്. 1+x/x-ലെ 0ലെ ലിമിറ്റ് ആരാണ്? എ ആണ്. പലപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് എപ്പോഴാണ് ചോദിക്കുക? പീസ് വൈസ് ഫംഗ്ഷൻ വരുമ്പോൾ. ഇങ്ങനത്തെ ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ പീസ് വൈസ് എന്ന് പറയുക. ഡിഫറെൻറ്റ് ഇൻ്റർവെൽ, ഡിഫറെൻറ്റ് ജോലിയുള്ള ഫംഗ്ഷനാണ് പീസ് വൈസ് എന്ന് പറയാം. അപ്പോൾ ഈ പീസ് വൈസ് ഫംഗ്ഷൻ വരുമ്പോൾ ഈ എൻഡിൽ ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് കാണേണ്ടത്. ബാക്കിയുള്ള പോയിന്റിലൊന്നും ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന് 1ലെ ലിമിറ്റ്, ഒന്ന് 2ലെ ലിമിറ്റ്, ഒന്ന് 5ലെ ലിമിറ്റ്. 1ലെ ലിമിറ്റും 2ലെ ലിമിറ്റും കാണുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് കാണണം. 5 കാണണ്ട, കാരണം 5 ടേണിംഗ് പോയിന്റ് അല്ല. അപ്പോൾ ആദ്യം 1ലെ ലിമിറ്റ് കാണാം. 1ലെ ലിമിറ്റ് കാണുമ്പോൾ ആദ്യം 1 മൈനസ് കാണും, ലെഫ്റ്റ് ലിമിറ്റ് കാണും. എങ്ങനെ 1 - ലിമിറ്റ് കാണാമെന്നറിയോ? ലിമിറ്റ് x → 1 എന്ന് തന്നെ എഴുതാം. എന്നിട്ടോ 1 - ഫംഗ്ഷൻ എഴുതാം. 1 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറുതെന്നാ. അന്നേരം ഫംഗ്ഷൻ ആരാ? 3x - 1. 1നേക്കാൾ ചെറുതാകുമ്പോൾ ഫംഗ്ഷൻ 3x - 1 അല്ലേ? അതാണ് ഈ ബ്രാക്കറ്റിനകത്ത് എഴുതേണ്ടത്. എന്നിട്ട് സാധാരണ പോലെ x ന് 1 കൊടുത്താൽ മതി. അന്നേരം ആൻസർ 2 എന്ന് കിട്ടും. ഈ 1+ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാലോ, ലിമിറ്റ് x → 1 + f(x) കാണുമ്പോൾ എന്താ ചെയ്യുക? ലിമിറ്റ് x → 1 f(x) എന്ന് എഴുതും. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് x 1നേക്കാൾ വലുതാകുമ്പോഴുള്ള വാല്യൂ 2x² - x അല്ലേ, അതെഴുതും. എന്നിട്ട് എക്സിന് നമ്മൾ 1 എന്ന് കൊടുത്തിട്ട് ആൻസർ എന്താണെന്ന് നോക്കും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 2 ആണെന്ന് കിട്ടി, റൈറ്റ് ലിമിറ്റ് 1 ആണെന്ന് കിട്ടി. അങ്ങനെ പറ്റുമോ? ഇല്ല. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. ലിമിറ്റ് ഉണ്ടായിരിക്കണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകണം. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ട്, റൈറ്റ് ലിമിറ്റ് ഉണ്ട്, പക്ഷേ ഈക്വൽ അല്ല. അതുകൊണ്ട് നമ്മൾ പറയും 1ൽ ലിമിറ്റ് ഇല്ല എന്ന്. ലിമിറ്റ് x → 1 f(x) does not exist എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഉണ്ടായിരിക്കണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിട്ട് വരണം. ഇനി 2ലെ ലിമിറ്റ് സ്വന്തമായിട്ട് പറയാലോ നിങ്ങൾക്കല്ലേ? 2ലെ ലിമിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാം. 2 കാണുമ്പോൾ 2 ഫംഗ്ഷൻ 2s² - x ആണ്. അത് ഞാൻ റീപ്ലേസ് ചെയ്ത് ലിമിറ്റ് കണ്ടു. 2+ ആകുമ്പം എന്താ ഫംഗ്ഷൻ? x+4 ആണ്. അത് റീപ്ലേസ് ചെയ്ത് ലിമിറ്റ് കണ്ടു. ഭാഗ്യവശാൽ 2 ലിമിറ്റും ഈക്വൽ ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വലാ. അതുകൊണ്ട് 2ൽ ലിമിറ്റ് ഉണ്ട്. ആരാ ലിമിറ്റ്? 6. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 5ലെ ലിമിറ്റാണ്. 5ലെ ലിമിറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? 5ലെ ലിമിറ്റ് കാണുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണാൻ ആവശ്യമില്ല. 5 മാത്രമല്ല, 2ഉം 1ഉം അല്ലാത്ത ഒരു പോയിന്റ് ലിമിറ്റ് കാണുമ്പോഴും ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് കാണാൻ ആവശ്യമില്ല. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. 5 ടേണിംഗ് പോയിന്റ് അല്ല. അപ്പോൾ 5ലുള്ള വാല്യൂ ആരാണെന്ന് അറിയണം അല്ലേ? 5 2നേക്കാൾ വലുതല്ലേ? അതുകൊണ്ട് x+4 ആണ് നമ്മുടെ ഫംഗ്ഷൻ വരിക. അപ്പോൾ x+4, എക്സിന് 5 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 5+4 ആൻസർ എന്ത് വരും? 9. മനസ്സിലായോ? ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് കാണാൻ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. വെറുതെ ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ. നമുക്ക് ഇപ്പം തന്നെ ആൻസർ പറയാം. ആദ്യം 1ലെ ലിമിറ്റാണ് ചോദിച്ചല്ലേ? 1 ടേണിംഗ് പോയിന്റ് ആണ്. ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് കാണണം. ലെഫ്റ്റ് ലിമിറ്റ് കാണുമ്പോൾ 1 - 2 - 1 + 3 എന്നാണ് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 എന്ന് വരും. 1ലെ റൈറ്റ് ലിമിറ്റോ 2 × 1, അതും 2 എന്ന് വരും. അപ്പോൾ 1ലെ ലിമിറ്റ് ആരാ? 2. ഇനി 4 ലിമിറ്റ് കാണുമ്പോൾ നോക്കൂ. 4ന്റെ ലെഫ്റ്റ് സൈഡ് 2 × 4 8. 4ന്റെ റൈറ്റ് സൈഡോ
ഫോറിൻ്റെ റൈറ്റ് സൈഡ് 4 ക്യൂബ് മൈനസ് 55. ആരാ 4ൻ്റെ ക്യൂബ് വരിക 64 അല്ലേ, 64 മൈനസ് 55 എന്ന് വരിക. അത് 9 അല്ലേ, ഇവിടെ 8 അല്ലേ കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് 4 ലിമിറ്റ് ഇല്ല. ഇനി -5 ലിമിറ്റ് എങ്ങനെ കാണും? -5 എന്ന് പറഞ്ഞാൽ ടേണിംഗ് പോയിന്റ് അല്ല, അപ്പം ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് ഒന്നും കാണണ്ട, ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കണ്ടാൽ മതി. നോക്കൂ, 1നേക്കാൾ ചെറുതാണ് -5, s² - 2s + 3ക്ക് -5 എന്ന് കൊടുത്ത് എന്താണോ കിട്ടുക അതാണ് -5 ലിമിറ്റ്. എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ലിമിറ്റിൽ നമ്മൾക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി കുറച്ചുകൂടെ ചോദ്യങ്ങൾ നമുക്ക് പാർട്ട് 2-ൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേറ്റീവ് പഠിക്കാം. ഡെറിവേറ്റീവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ലിമിറ്റ് h → 0 f(x + h - f(h) / h. അതിൻ്റെ സിമ്പലുകളാണ് ഇതൊക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒരു വൃത്തിയായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റിസൾട്ട് എന്തിനാണ് നമ്മൾ പഠിക്കണമെന്ന് അറിയോ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ള ചോദ്യം ചെയ്യുമ്പോഴാണ്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചെയ്യുക. ലിമിറ്റ് h → 0 f(x + h - f(h) / h. അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് പഠിച്ചു വെക്കുക. കൂടുതൽ വിശദീകരണമൊന്നും ഞാനിവിടെ പറയുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ കിട്ടിയെന്നൊന്നും പറയുന്നില്ല. ഈ ഒരു റിസൾട്ട് പഠിച്ചാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചുള്ള ഡെറിവേറ്റീവാണ്. അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. f' അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് ഒരു കർവിൽ ആ പോയിന്റിൽ വരക്കുന്ന എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ഒരു കർവ് നോക്കൂ നിങ്ങൾ, ഈ കർവിൽ ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു ടാൻജൻറ്റ് വരച്ച കണ്ടോ, ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് ആ പോയിന്റിലെ ഡെറിവേറ്റീവ്. അതാണ് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. +1 എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണെങ്കിലും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ വേണ്ടത് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യണം. ഇത് പഠിക്കാതെ ഒരിക്കലും നമുക്ക് ഡിഫറൻസിയേഷനും ഇൻറ്റിഗ്രേഷൻ ഒന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പഠിക്കണം. +1 എന്തിനാ അത് പഠിക്കണം എന്നറിയോ? ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. d/dx of √x = ഡാഷ്, അപ്പോൾ 1/2 √x. ഓക്കെ, d/dx of 1/x = ഡാഷ് -1/s². അങ്ങനെ എഴുതണമെങ്കിൽ പോലും d/dx of cot x എപ്പോഴും ചോദിക്കുന്നതാണ്. cot x-ന്റെ ഡെറിവേറ്റീവ് -cosec²x. അപ്പോൾ ഈ റിസൾട്ട് പഠിച്ചാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. മാത്രമല്ല വൺ വേർഡ് ആയിട്ട് ചോദിക്കുമ്പോഴും ഈ റിസൾട്ടുകളൊക്കെ ആവശ്യമാണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, 3x ആകുമ്പോൾ 3 ആണ്, 3 × 1. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും ഓർത്ത് വെക്കാം. പിന്നെ കുറച്ച് ബേസിക് തിയറംസ് ഉണ്ട്, ഇതൊക്കെ വളരെ ഈസിയാണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0, കോൺസ്റ്റന്റ് ഫംഗ്ഷനും വരുമ്പോൾ കോൺസ്റ്റന്റ് പുറത്തെടുത്ത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാം. രണ്ട് ഫംഗ്ഷന്റെ സമ്മും ഡിഫറൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതേസമയം ശ്രദ്ധിക്കൂ, പ്രോഡക്റ്റ് വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരാ. പിന്നെന്ത് വേണം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇത് നമ്മൾ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. ഓക്കെ, കോഷ്യന്റ് വരുമ്പോഴോ യെസ്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ. കോഷ്യന്റ് റൂൾ നല്ലോണം ശ്രദ്ധിക്കുക. കോഷ്യന്റ് റൂൾ എക്സാമിന് ചോദിക്കാൻ 90% സാധ്യതയുണ്ട് +1 എക്സാമിന്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് എല്ലാവരും കോഷ്യന്റ് റൂൾ ശ്രദ്ധിക്കണം. ബൈ എഴുതാൻ മറക്കരുത്. g(x) ഹോൾ സ്ക്വയർ ആണ് താഴെ, g(x) തുടങ്ങുന്നത്. ഇതൊക്കെ ഓർത്ത് വെക്കാം. കോഷ്യന്റ് റൂളാണ് ഏറ്റവും കൂടുതൽ സാധ്യത എക്സാമിന് ചോദിക്കാനുള്ളത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, എന്തിനാ? എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു തലത്തിലാണ് ഞാൻ എൻ്റെ സംസാരം മൊത്തം ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ശരി, നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്തു നോക്കാം അല്ലേ. ഇതാണ് ഒരു ചോദ്യം, ശ്രദ്ധിക്കൂ. ഇത് പ്രോഡക്റ്റ് അല്ല, കോഷ്യൻ്റ് അല്ല, ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പം ആൻസർ y = എന്ന് എഴുതി. x⁻10 ഡെറിവേറ്റീവ് 10x⁻9 -2 × √x ഡെറിവേറ്റീവ് 1/2 √x -5 × -4/x⁵5 3 × -1/2x √x. ഞാൻ ഈ ബേസിക് റിസൾട്ട് ബൈഹാർട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് പറയാൻ പറ്റിയത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പറയാം. 2 ക്യാൻസൽ ചെയ്തു, ബാക്കി ഞാൻ ക്യാൻസൽ ചെയ്തതിന് ശേഷമുള്ളത് എഴുതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തത് 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ആകുമ്പോൾ നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരാ, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. കമ്പൽസറി ആണ്. പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക തന്നെ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്താ dy/dx വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ജസ്റ്റ് ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, 2 ടേം ഉള്ളത് കൊണ്ട്. cos x-ന്റെ ഡെറിവേറ്റീവ് -sin ആണ്. അപ്പോൾ ഇൻറ്റുവിന് പറഞ്ഞ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. cos x ഇൻറ്റു x⁻10ന്റെ ഡെറിവേറ്റീവ് 10x⁻9. 2 ഡെറിവേറ്റീവ് 0 ആണല്ലോ, ഒന്ന് ഭംഗിയിൽ എഴുതി, അത്രമാത്രം. അപ്പോൾ പ്രോഡക്റ്റ് കൊടുത്തേ പ്രോഡക്റ്റ് റൂൾ, 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ കൊടുത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നോക്കൂ അടുത്തൊരു ചോദ്യം. sec x × tan x, ഇതും പ്രോഡക്റ്റ് റൂൾ ആണല്ലോ, 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ. ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. sec x × ഡെറിവേറ്റീവ് ഓഫ് tan x പ്ലസ് tan x ഡെറിവേറ്റീവ് ഓഫ് sec x. ജസ്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതല്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. കോമൺ ടൈമിനെ പുറത്തെടുത്തു. ഓക്കെ,
ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, പക്ഷെ 2 തവണ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യും പറ. ആദ്യത്തെ 2 ഫംഗ്ഷൻ ഇൻറ്റു dy/dx ആദ്യത്തെ 2 ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തേർഡ് പ്ലസ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മിഡിൽ. ഓക്കെ, അതാണ് അതിൻ്റെ നിയമം. 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു. അപ്പോൾ ഈ മൈനസ് ഒക്കെ എഴുതുമ്പോൾ ബ്രാക്കറ്റോ അല്ലെങ്കിൽ ഇൻറ്റു ഒക്കെ എഴുതണം, അത് നിർബന്ധമാണ്. ബാക്കി നമ്മൾ ജസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതേണ്ട, ഇത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ d/dx ഓഫ് എന്നാണ് വേണ്ടത്. അതിനൊന്ന് ഭംഗിയിൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ശരി, ഇനി അടുത്തൊരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസിയേഷൻ, +1 ഡിഫറൻസിയേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ റൂൾ. അതുപോലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ റൂൾ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കൂ. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1, y = x/1 + x dy/dx = എന്താ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ? ആദ്യം ഒന്ന് വരക്കണം, എന്നിട്ട് ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ എഴുതണം. ആദ്യം ഈ വരക്കണം, എന്നിട്ട് ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ എഴുതണം. ഞാൻ ഒരുമിച്ച് എഴുതി, നിങ്ങൾക്കറിയാം. ആദ്യം ഈ വരച്ചിട്ട് ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ എഴുതണം. കാരണം ഡിനോമിനേറ്റർ എഴുതാൻ മറന്നു പോയാൽ നമുക്ക് ഫുൾ മാർക്ക് നഷ്ടപ്പെടും. ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ എഴുതിയിട്ട് ഡിനോമിനേറ്റർ തുടങ്ങാം. 1 + tan x ആണ് ഡിനോമിനേറ്റർ. 1 + tan x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 + tan x. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ബൈ ഉണ്ടായിരിക്കണം, താഴെ ഹോൾ സ്ക്വയർ ആയിരിക്കണം, ഇവിടൊക്കെ ബ്രാക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. എക്സാമിന് ഏകദേശം ചോദിക്കുന്ന ഉറപ്പുള്ള ചോദ്യമാണ്. അതുകൊണ്ട് എത്രയും വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. 1 + tan x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് ഇൻറ്റു tan x ഡെറിവേറ്റീവ് sec²x, 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0, താഴെ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടാൻ 1 + tan x മൈനസ് x sec²x/1 + tan x ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഇതിനാണ് 1 മാർക്ക് കിട്ടുക. ഓക്കെ, പിന്നെ അടുത്തതിന് 1 മാർക്ക്. ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റെപ്പ് നിർബന്ധമായിട്ടും എഴുതണം. ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് എഴുതാമെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അങ്ങനെ ചെയ്യരുത്. പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ആണെങ്കിലും എഴുതുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനാണ്. അതുകൊണ്ട് ആ സ്റ്റെപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അല്ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. പറയൂ, എന്താ വേണ്ട? dy/dx = ഒന്ന് പറഞ്ഞേ, അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേ. ഹോൾ ബൈ താഴെ s² + 1 ഹോൾ സ്ക്വയർ, മുകളിൽ s² + 1 ഇൻറ്റു d/dx ഓഫ് cos x മൈനസ് cos x ഇൻറ്റു d/dx ഓഫ് s² + 1. ഇനി cos x ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ഒന്നുകിൽ ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇൻറ്റു കൊടുക്കണം. ഇവിടെ ഞാൻ ബ്രാക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, cos x ഇൻറ്റു 2x. ഇനി ഒന്ന് ഭംഗിയിൽ എഴുതിയാൽ മതി. s² + 1 sin x. -2 ടൈമിലുള്ളതുകൊണ്ട് പുറത്തെടുത്തതാണ് കേട്ടോ. എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ശരി, നന്നായിട്ട് പഠിക്കണം. ഈ ഒരു ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഡയറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. 1/s³ ഒക്കെ ഡെറിവേറ്റീവ് അറിയാലോ. -3/x⁴ √x-ൻ്റെ 1/2 √x, sec(x)ൻ്റെ sec tan x നല്ലോണം അറിയണം കേട്ടോ. ഇവിടെ 5 ഇൻറ്റു cosec x cot x ആണ്. അപ്പോൾ 5നെ അങ്ങ് പുറത്തെടുക്കുക, എന്നിട്ട് cosec x cot x ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യുക. cosec x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cot x പ്ലസ് cot x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cosec x. 5നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താ കാരണം? ക്വസ്റ്റ്യൻ റൂൾ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ റൂൾ നിർബന്ധമാണ് അല്ലേ? ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? ഹോൾ ബൈ എഴുതും, താഴെ 1 + sin x ഹോൾ സ്ക്വയർ, മുകളിൽ 1 + sin x ഇൻറ്റു -sin x മൈനസ് cos x ഇൻറ്റു cos x. ഡയറക്റ്റായിട്ട് ആൻസർ പറയാവുന്ന ചോദ്യത്തിന് +1ൽ 3 മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് വൃത്തിയായിട്ട് തന്നെ സ്റ്റെപ്പൊക്കെ വെച്ച് തന്നെ ആൻസർ ചെയ്യുക. ഇതും അതുപോലെ തന്നെ അല്ലേ ക്വസ്റ്റ്യൻ റൂൾ? ഇതും ക്വസ്റ്റ്യൻ റൂളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത തന്നെ എന്താ? ന്യൂമറേറ്റർ 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ താഴെ s² + 1 ഹോൾ സ്ക്വയർ വരും, പിന്നെ s² + 1 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് x sin x ൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എന്ത് വേണം? പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. ഓക്കെ, x ഇൻറ്റു cos x പ്ലസ് sin x ഇൻറ്റു 1 ദെൻ മൈനസ് x sin x ഇൻറ്റു 2x എന്ന് എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. മുകളിൽ ന്യൂമറേറ്ററിൽ 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് sin 2x അല്ലേ? ആരാ sin 2x? +2ൽ പഠിച്ച കുട്ടികൾക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വെച്ച് 2 sin 2x ആണ്, 2 cos 2x ആണ് വളരെ പെട്ടെന്ന് പറയാം. പക്ഷേ +1ലാകുമ്പോൾ നമ്മളിത് എന്താ ചെയ്യുക? ഇതിനെ 2 sin x cos x എന്ന് എഴുതുക, 2നെ പുറത്തെടുക്കുക, എന്നിട്ട് sin x cos x-നെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യുക. ആൻസർ എന്ത് തന്നെ കിട്ടും? 2 cos 2x തന്നെ കിട്ടും. sin x + a sin a + b വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ sin a cos b + cos a sin b കിട്ടുമല്ലോ. അപ്പോൾ sin a cos a എന്ന് വരും. cos a കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്താ കിട്ടുക എന്നറിയോ? cos x + a എന്നാണ് കിട്ടുക.
+2 കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പഠിച്ചവരല്ലേ നിങ്ങളിൽ പലരും, ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർ. അപ്പോൾ അവർക്ക് അറിയാം x+a x ആയിട്ട് കരുതിയാൽ cos x എന്ന് വരും, പിന്നെ s+ന്റെ 1 ആണ്, അപ്പോൾ ആൻസർ cos x+a ആണെന്ന് ഇപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലേ. ഇനി sin സ്ക്വയർ x ചോദിച്ചാലോ, sin x × sin x, +1 sin x × sin x വെച്ച് ചെയ്യാം, സെക്കൻഡ് ഇയറിലാണെങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ +1 എക്സാം എഴുതുമ്പോൾ +1ന്റെ മെത്തേഡിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻസർ എന്താ കിട്ടുക? 2 sin x cos x, അതായത് sin 2x. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഒരു ക്ലാസ് കൂടെ ഞാൻ ഇവിടെ ചെയ്യാത്ത ചില ചോദ്യങ്ങൾ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതേപോലെ ചെയ്യാത്ത ചില ചോദ്യങ്ങൾ വെച്ച് ഒരു ക്ലാസ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്ലാസ്സും കേട്ടാൽ ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരമാവധി നന്നായിട്ട് പഠിക്കാനും മുഴുവൻ മാർക്കും വാങ്ങാനും എല്ലാവരും ശ്രമിക്കണം. നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.